ഞാൻ വിശുദ്ധ കന്യമറിയാമിനെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഏവർക്കും സ്വാഗതം. ഞാനൊരു കത്തോലിക്കനല്ല, ഞാനൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതത്തിൻ്റെ കണ്ണുകളിൽ കൂടെ അല്ലാതെ എനിക്ക് വിശുദ്ധ കന്യമറിയാമിനെ കാണുവാൻ കഴിയുകയില്ല. അതിന് എനിക്ക് കിംവദന്തികളുടെയോ മനുഷ്യർ പടച്ചു വച്ച സത്യം തൊട്ടു തിരിച്ചിട്ടില്ലാത്ത കഥകളുടെയോ അല്ലെങ്കിൽ അത്ഭുതം ഊറുന്ന ചില പരാമർശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ മുൻപ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ കന്യമറിയാം ആരാധ്യയായ ഒരു പ്രതിഭാസമാണ് എന്ന് വരുത്തി വെക്കേണ്ടതിന് വളരെ അപലപനീയമായ വിധത്തിൽ വചനത്തെ വളച്ചൊടിക്കുകയും ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കുകയും പാവപ്പെട്ട വിശ്വാസജനത്തെ അവിടെ കണ്ണുകെട്ടി അവിടെ ഇവിടെയും കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ യാഥാർത്ഥ്യം. കന്യമറിയാം ജനിച്ചപ്പോൾ തന്നെ പരിശുദ്ധയായിരുന്നുവോ അല്ലയോ എന്നെ സംബന്ധിച്ച ഒരു പ്രശ്നമേ അല്ല. അമലോത്ഭവം, അതായത് ഉത്ഭവത്തിൽ തന്നെ കന്യമറിയാം അമലയായിരുന്നു, അല്ലെങ്കിൽ വിശുദ്ധയായിരുന്നു, കളങ്കമില്ലാത്തവരായിരുന്നു എന്ന് സ്ഥാപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആത്മീയമായ നേട്ടമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എല്ലാവരും പാപത്തിൽ കൂടെയാണ് ജനിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജീവൻ എന്നത് ദൈവീകമായ പ്രതിഭാസമാണ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് ആ ജീവൻ ഉടലെടുക്കുന്നതിന് അനിവാര്യമായ പ്രക്രിയ അശുദ്ധമാണെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഒന്നുകിൽ സ്ത്രീ പുരുഷ ബന്ധം അശുദ്ധവും അതിൽ കൂടെ ഉത്ഭവിക്കുന്ന സന്താനങ്ങൾ അശുദ്ധവുമാണ്. അങ്ങനെയെങ്കിൽ ജീവൻ അതിൽ തന്നെ അശുദ്ധമാണ്. അങ്ങനെ അശുദ്ധമായത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിപ്പാൻ സാധ്യമല്ല. ജീവൻ്റെ ഉറവിടം ദൈവമല്ല, പിശാചാണ് എന്ന് നാം വിശ്വസിക്കേണ്ടി വരും. അതെന്നെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ജീവൻ പരിശുദ്ധമായ ലോകത്തിലെ ഏറ്റവും, ഈ ലോകത്തിൽ വിശുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ? അതിൽ ഒരു കാര്യമേ വിശുദ്ധമുള്ളെങ്കിൽ അത് ജീവനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ജീവൻ്റെ ഉറവിടം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിരുപാധികമായി വിശ്വസിക്കുന്നു. 1000 തെളിവുകൾ അതിനെതിരെ കൊണ്ടുവന്നാലും അതെനിക്ക് സ്വീകാര്യമാകുകയില്ല. ജീവൻ്റെ ഉറവിടം ദൈവമാണ് എന്ന് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ അതിൻ്റെ ഉറവിടത്തിൽ വിശുദ്ധമാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ജീവൻ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ അശുദ്ധമാണെന്നൊക്കെ സ്ഥാപിച്ചിട്ട് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സഭയ്ക്ക് കഴിയും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് വെറും പച്ച കള്ളമാണ്. അല്ലെങ്കിൽ യേശു പറയുമായിരുന്നില്ല, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല. ആ ശിശുത്വത്തിൻ്റെ നൈർമല്യം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ മഹാവീരന്മാരാണ് പറയുന്നത് ജീവൻ്റെ ആവിർഭാവം തന്നെ പാപമാണ് എന്ന് പറയും. പഴയ നിയമത്തിലെ കാര്യങ്ങൾ നമുക്ക് ഉദ്ധരിക്കാം. പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു ദർശനമല്ല പുതിയ നിയമത്തിൽ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പഴയ നിയമത്തിലിരിക്കുന്നത് എല്ലാം അത് അച്ചടത്തിൽ അത് വള്ളിയും പൊള്ളിയും ശരിയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാമാന്യ ബോധം കൂടി ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഹായിക്കും എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ വിശുദ്ധ കന്യമറിയാം ഉത്ഭവത്തിൽ തന്നെ അമലയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. രണ്ടാമത്, കന്യമറിയാം ഉടലോടെ സ്വർഗത്തിൽ പോയി.
അതിനെന്തെങ്കിലും വേദപുസ്തകത്തിൽ ഒരു തെളിവുണ്ടോ, ഒരു ആധാരമുണ്ടോ? ഒന്നുമില്ല, ഇത് പച്ചക്കള്ളമല്ലേ? അങ്ങനെ സ്ഥാപിച്ചിട്ട് എന്ത് നേടാനാണ്? ഇത് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രയോജനം നൽകുമെന്നാണ് ഈ പറയുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ പ്രയോജനം നൽകും. ഇപ്പോൾ കൃപാസനം പോലുള്ള സ്ഥലത്ത് മാതാവിനെ സ്ഥാപിച്ച് അതുകൊണ്ട് വലിയ പണം കൊയ്തെടുക്കാൻ സാധിക്കും, ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ ആത്മീയമായി അല്പം പോലും പ്രസക്തിയോ വിലയോ ഗുണമോ മണമോ ഇല്ലാത്ത ചില പൊട്ടത്തരങ്ങളാണ് മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് കുത്തിവെച്ച് കൊടുക്കുന്നത് എന്നത് ദുഃഖകരമാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ വിവിധമായ വിധത്തിൽ കന്യമറിയാം മറ്റ് ഒരു സ്ത്രീയെപ്പോലെയുമല്ല. അവൾ ദൈവമാതാവാണ്. അതുകൊണ്ട് അങ്ങനെ ദൈവമാതാവാകുന്നതിന് വേണ്ടി വിഭാവന ചെയ്ത് ദൈവം മുന്നമേ സൃഷ്ടിച്ച പ്രത്യേകമായ രീതിയിൽ സൃഷ്ടിച്ചൊരു വ്യക്തിത്വമാണ് എന്ന് തെളിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പക്ഷേ കത്തോലിക്കരേക്കാൾ ഓർത്തഡോക്സുകാരേക്കാൾ സത്യത്തിൽ കന്യമറിയാമിനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് കന്യമറിയാമിനെ ബഹുമാനിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ കാര്യം മതി. ഞാൻ കന്യമറിയാമിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ ഒരൊറ്റ കാര്യം മതി. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ദയവായി ഇതൊന്ന് പരിഗണിക്കണം. എൻ്റെ കണ്ണിൽ ഈ ഗ്രാമീണ കന്യക, അവൾക്ക് അന്ന് കൂടിപ്പോയാൽ 14-15 വയസ്സേ പ്രായമുള്ളൂ എന്ന് മനസ്സിലാക്കണം. അവൾ ഒരുപക്ഷേ അല്ല, തീർച്ചയായും അവളുടെ അറിവിലോ അവളുടെ ചാർച്ചക്കാരുടെ അറിവിലോ അവരുടെ ഒരു 100 തലമുറകളുടെ അറിവിലോ ഒരിക്കലും പെട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ ആദ്യമായി അഭിമുഖീകരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സാധ്യത? മറ്റൊരു പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരിക്കെ പുരുഷബന്ധമില്ലാതെ നിൻ്റെ ഉള്ളിൽ ഒരു ശിശുവാകും, അതിന് നിനക്ക് മനസ്സാണോ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കുകയാണല്ലോ. നമുക്ക് നമ്മെ തന്നെ ആ ഒരു സ്ഥാനത്ത് വെച്ചൊന്ന് ചിന്തിക്കാൻ ധൈര്യമുണ്ടോ? അപ്പോൾ കന്യമറിയാമിനെ ദൂതൻ അഭിസംബോധന ചെയ്തുകൊണ്ട് നിന്നെപ്പറ്റിയുള്ള ദൈവഹിതം ഇതാണ് എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഏത് വിധത്തിലാണ് അവൾ അതിനെ മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്? ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെല്ലാവരും സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആസ്പദമാക്കി എന്താണ് അഭിലഷണീയം, എന്താണ് അനുവദിക്കാവുന്നത്, എന്താണ് ശാസ്യമായത്, എന്താണ് അനാശാസ്യമായത് എന്ന് സമൂഹം വെച്ച് പുലർത്തുന്ന ആ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ, അളവുകോലുകൾ, അതിനെ അനുസരിച്ച് അതിനെ ആശ്രയിച്ച് മാത്രമാണ് വ്യക്തികൾ പരിശോധിക്കുന്നത്, പരിഗണിക്കുന്നത്, തീരുമാനത്തിലെത്തുന്നത്. ഞാനിത് സ്വീകരിക്കണോ വേണ്ടയോ? എന്നാൽ നമ്മെ ഏവരെയും അനന്തമായ അത്ഭുതത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതാ ഒരു ഗ്രാമീണ പെൺകുട്ടി അവളുടെ യഹൂദ ജനത്തിൻ്റെ മുഴുവനും കഴിഞ്ഞ കാലത്തെ എല്ലാ അനുഭവങ്ങളെയും എല്ലാ ധാരണകളെയും അവരുടെ ആത്മീകമായും ധാർമ്മികവുമായ മാനദണ്ഡങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവൾ ഒരു തീരുമാനമെടുക്കുകയാണ്. അവൾ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുകയാണ്. ആ ഒരു അവസ്ഥയെപ്പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ബഹുമാനം കൊണ്ട്, ഭക്തി കൊണ്ട്, ആദരവ് കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പോവുകയാണ്. നിങ്ങളിത് എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. ആദ്യം എന്നെ വെല്ലുവിളിക്കുന്നു. പിന്നെ ഈ മതത്തിൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ, കന്യമറിയാമിൻ്റെ പേരിൽ ചമഞ്ഞ് നടക്കുന്ന ഈ മഹാന്മാരെ ഏവരെയും, കർദിനാൾ തൊട്ട് മേജർ ആർച്ച് ബിഷപ്പ് തൊട്ട് മൈനർ ആർച്ച് ബിഷപ്പ് തൊട്ട് ആർച്ചല്ലാത്ത ബിഷപ്പ് തൊട്ട് ഞാൻ ഏവരെയും വെല്ലുവിളിക്കുന്നു. ഇതുപോലെ സാഹസികമായ ഒരു തീരുമാനമെടുക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനുണ്ടോ? ഒരു സ്ത്രീയുണ്ടോ? അങ്ങനെ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയുമോ?
അങ്ങനെ ഒരു സ്ത്രീയുടെ ചെരുപ്പെടുക്കാൻ യോഗ്യതയുള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ, നാം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇതാണ് എനിക്കറിയേണ്ടത്. ഇല്ലേ ഇല്ല. പിന്നെ ഞാൻ ആ സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും, ആരാധിക്കാതിരിക്കും? പക്ഷേ എനിക്ക് അവരോടും പ്രത്യേകമായി എടുത്ത് പറയാനുള്ളത്, ഞാൻ ആ കന്യാമറിയാവിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും എൻ്റെ ആഗ്രഹ സാധൂകരണത്തിന്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഒരു ഉപകരണമായി ഞാൻ കന്യാമറിയാമിനെ ഉപയോഗിക്കുകയില്ല. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ പോകത്തില്ല. കാരണം ജർമ്മൻ ഫിലോസഫറായിരുന്ന ഇമ്മാനുവൽ കാന്ത് പറഞ്ഞു, മനുഷ്യരാശിയെ ആകമാനം അടച്ച് അപമാനിക്കുന്നതിന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒരു വ്യക്തിയെ ഒരു ഉപകരണമായി ഉപയോഗിച്ചാൽ മതി. ദയവായി മനസ്സിലാക്കുക, എത്രയോ ഗാംഭീര്യമുള്ള ആശയമാണ് ഇമ്മാനുവൽ കാന്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരിക്കൽ എങ്കിലും ഉപകരണമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരാശിയെ മുഴുവനും പരക്കെ അപമാനിക്കുകയാണ്. The greatest crime against humanity is to treat a human being as a tool. ദയവായി ഇത് മനഃപ്പാഠം പഠിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ ഒരു തത്വം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തികച്ചും വ്യക്തമാകും എന്തുകൊണ്ടാണ് കത്തോലിക്കർ, പ്രത്യേകിച്ച് കൃപാസനം പോലെയുള്ള കച്ചവട കേന്ദ്രങ്ങൾ, മത കച്ചവട കേന്ദ്രങ്ങൾ, വർഗീയ കച്ചവട കേന്ദ്രങ്ങൾ കന്യാമറിയാമിനെ വെറും ഒരു ഉപകരണമായി ഉപയോഗിച്ച് ആളുകളിൽ അന്ധവിശ്വാസം കുത്തിച്ചെലുത്തി അവരെ അറിയാതെ അവരുടെ പോക്കറ്റിൽ കൈയിടുന്നതിനുള്ള ഒരു ഉപകരണമായി കന്യാമറിയാമിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ അപമാനം ആ സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. എന്ന് മാത്രവുമല്ല, ഇമ്മാനുവൽ കാന്തിൻ്റെ ആശയം വെച്ച് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപമാനം ഈ മനുഷ്യരാശിയോട് കാണിക്കാൻ സാധ്യമല്ല. കാരണം ഈ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ കന്യാമറിയാമിനെ പോലെ രണ്ടുപേരെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തിയെയാണ് വെറും ഒരു ഉപകരണം പോലെ ഉപയോഗിക്കുക. ഒരു കത്തനാരുടെ ഇംഗിതമനുസരിച്ച് അവിടെ കുത്തിയിരിക്കുക, പാവം വല്യമ്മ. ഇതിനേക്കാൾ പരിതാപകരമായ ഒരവസ്ഥയുണ്ടോ? കന്യാമറിയാമിനെ ഇതിനേക്കാൾ അപമാനിക്കാൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കന്യാമറിയാം ആരാണെന്നും ആ വ്യക്തിത്വത്തിൻ്റെ അപ്രമേയമായ ആത്മീയമായ ഗാംഭീര്യം എന്താണെന്നും അതിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന ആത്മീയമായ മർമ്മം എന്താണെന്നും ഒരു വിദൂര ബോധം പോലുമില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് കന്യാമറിയാമിനെ പണസമ്പാദനത്തിനുള്ള ഒരു ഉപകരണമായി തരം താഴ്ത്തി ഉപയോഗിക്കാൻ സാധ്യമാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കന്യാമറിയാമിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്, ആരാധനാ മനോഭാവത്തോടു കൂടെ അല്ലാതെ ആ വലിയ സ്ത്രീ പ്രതിഭയെ എനിക്ക് ഓർമ്മിക്കാൻ പോലും വയ്യ എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഭാസരത്തരം കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ജനത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി പോവുകയാണ്. ഇതിനേക്കാൾ മഹനീയമായ ഒരു 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 മാതൃക നമുക്കെവിടെ പ്രാപിപ്പാൻ കഴിയും? അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, നാം ആരെങ്കിലും കന്യാമറിയാമായിരുന്നൊരവസ്ഥയിൽ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും 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 അവരെടുത്ത തീരുമാനമോ അവർ അവലംബിച്ച കാഴ്ചപ്പാടോ അവർ ചെന്നെത്തിയ സമർപ്പണ ബോധത്തിൻ്റെ അവസ്ഥയിലോ നമുക്ക് ചെന്നെത്തുവാൻ സാധ്യമല്ല. ഇത് 1000 എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ ക്ലേശകരമാണ്. നമ്മെ ഓരോരുത്തരെയും നാം കൂടി നിൽക്കുന്ന സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനദണ്ഡങ്ങളും സങ്കല്പങ്ങളും എത്രമാത്രം അടിമകളാക്കിയിട്ടുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് ബോധ്യമില്ല. ഉദാഹരണമായിട്ട് കന്യാമറിയാമിനെ ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാമെന്നത്
നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ വൈകല്യത്തെയാണ് കാട്ടുന്നത്. കാരണം എന്താണ് ഈ സമൂഹത്തിൻ്റെ വൈകല്യം? എവിടെ തൊട്ടാലും എനിക്ക് കിട്ടണം, എനിക്ക് ലാഭം ഉണ്ടാകണം, എൻ്റെ പ്രശ്നം മാറിക്കിട്ടണം, എൻ്റെ വേദന ശമിച്ച് കിട്ടണം, അതിനുവേണ്ടി എൻ്റെ കയ്യിൽ കാശുണ്ട്. ആശുപത്രി കൊണ്ട് നേടാവുന്നതാണെങ്കിൽ അവിടെ പോകും. ഒരു ആശുപത്രി പോകുന്നതിന് പകരം 2 ആശുപത്രി പോകും, 5 ആശുപത്രി പോകും. അതുകൊണ്ട് ഒന്നും ഒത്തില്ലെങ്കിൽ ഈ കൃപാസനം പോലെയുള്ള കച്ചവട കേന്ദ്രങ്ങളിൽ പോകും. അവിടെ പോയി പൈസ ഇടും, ഉടമ്പടി ഇടും. ഉടമ്പടി ഇടുന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളടക്കം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമീണ കന്യക, അവൾ ഉൾപ്പെട്ടിരുന്ന സമൂഹത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെയും തൃണവൽക്കരിക്കുകയാണ്. എന്നിട്ടവൾ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സ്വർഗം തന്നെത്താനെ തുറന്നു കാണും. അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്ന ആ ഒരു മഹനീയ വ്യക്തിത്വം, അതിന് സംഭവിച്ച പരാധീനത, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനം, അതിൻ്റെ ആഴം, അതിൻ്റെ നികൃഷ്ടത ദയവായി ജനം മനസ്സിലാക്കണേ എന്നൊരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. വടക്കേ ഇന്ത്യയിലൊക്കെ ചില ആളുകൾ പ്രവൃത്തി നടത്തുന്നത് കുരങ്ങിനെ കൊണ്ട് നടന്നാണ്. കുരങ്ങിനെ കൊണ്ട് നൃത്തം ചവിട്ടിക്കുന്നു, അങ്ങനെ കൊണ്ട് നടക്കുന്നു. അപ്പോൾ കുറച്ച് പൈസ, അന്നത്തേക്കുള്ള പൈസ കിട്ടും. ആ സ്ഥാനത്ത് കന്യാമറിയാമിനെ വെച്ചാണ് ഈ പെരുമാറ്റം ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിലുള്ള പ്രതിഷേധവും സങ്കടവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.